കഴിഞ്ഞ ദിവസം നിയമസഭയില് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമുണ്ടല്ലോ. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു രഹസ്യം പറച്ചിലുണ്ട്. അത് വലിയ ട്രോളായി. പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും എത്തിയിട്ടുണ്ട്. ഒരു പരിധിക്ക് അപ്പുറം നിന്നുകൊണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ലീഗ് ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ആദ്യ സംഭവം എന്താണെന്നുള്ളത് ഒന്നുകൂടി ആളുകളെ ഓർമ്മിപ്പിച്ചേക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പയുടെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇത് രണ്ടും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമുക്കറിയാം, നമ്മുടെ റജി ചെറിയാൻ എന്ന് പറയുന്ന അതിസമ്പന്നനായിട്ടുള്ള ഒരു MLA, കുട്ടനാട് MLA. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കുട്ടനാട് MLA ആയത്. കാരണം ആദ്യം NCP-യിലായിരുന്നു, പിന്നെ കേരള കോൺഗ്രസ് ജേക്കബിലെത്തി, പിന്നെ അത് പേയ്മെന്റ് സീറ്റാണെന്ന് പറയുന്ന വിവാദമൊക്കെ ഉണ്ടായി. ലാസ്റ്റ് എങ്ങനെയാണെങ്കിലും അദ്ദേഹം അവിടെ ഒരു കട്ടിച്ചു പിടിച്ച MLA ആയി. ഭാഗ്യത്തിന് തോമസ് ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചു. കാരണം അവിടെ ഒരു പ്രവർത്തനവും കാഴ്ചവെച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എളുപ്പത്തിൽ ജയിച്ചത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആദ്യത്തെ സബ്മിഷൻ തന്നെ എന്ന് പറഞ്ഞാൽ കേരള ജനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജനത്തെ ബാധിക്കുന്ന കാര്യം സത്യത്തിൽ ഒരു കളക്ടറോട് പറയേണ്ട ആവശ്യമുള്ളൂ, ഡിസ്ക്രിപ്ഷണറി പവർ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഈ നിയമസഭയിലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റേച്ചറിയാൻ ഇത് ചോദിച്ചെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് ഇട്ടിരിക്കും. ആ എഫേർട്ട് തന്നെ ആവശ്യമില്ലാത്തതാണ്. കാരണം വെച്ചാൽ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി കൊടുക്കാനാണ്. അങ്ങനെയൊക്കെ പ്രാദേശിക അവധി കൊടുക്കാൻ പോയാൽ പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അത് നിരാകരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ വി.ഡി. സതീശൻ ആയതുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ നേരെ പറഞ്ഞ് ശീലമില്ലല്ലോ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് വിശദമായി പരിഗണിക്കാം, ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ വള്ളംകളി തീരുന്നവരെ പുള്ളി പരിശോധിക്കും. തീർന്നു കഴിയുമ്പോൾ ഇനിയിപ്പോ അവിടെ ഇനി അവധി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വള്ളംകളി തീർന്ന് 10 ദിവസം കഴിഞ്ഞ് അവധി കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് പുള്ളി ഇരുന്ന. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് ഒരു 3 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും. അതായത് പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന വഴിയിൽ പുള്ളി ഒപ്പം തന്നെ തിരിഞ്ഞിട്ട് ഈ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡയലോഗ് ഉണ്ട്, അറബിക്കഥ എന്ന സിനിമയിൽ, ഗൾഫിൽ വെച്ചിട്ടുള്ള എടുത്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, എത്രയൊക്കെ തന്നെ വിനയം വാരി മുഖത്ത് പൂശിയാലും ഉള്ളിലുള്ള ഫ്രോഡുത്തരമൊക്കെ അറിയാതെ പുറത്തു വരുമെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഇരുന്ന് താഴേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും കൊടുക്കൂലെന്നോ. അപ്പൊ അത് മൈക്കിലൂടെ പുറത്തു വന്നു. അപ്പൊ അത് മൈക്കിലൂടെ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്പർ, മാധ്യമങ്ങൾ പറയുന്നത് ഇയാളുടെ ഇരട്ട മുഖമോ അല്ലെങ്കിൽ ഇത് കാണിച്ചത് വൃത്തികേടാണെന്നൊന്നുമില്ല. ഇവര് ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകാരായതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ആ മൈക്ക് ഓഫ് ചെയ്യായിരുന്നു, മൈക്ക് പുള്ളിനെ ചതിച്ചെന്ന്. അതായത് ഈ സ്വഭാവത്തിന് കുഴപ്പമില്ല, പാവം മൈക്ക് എന്ത് ചതിച്ചു. മൈക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും കൂടി എഴുതുമെന്ന് ഞാൻ വിചാരിച്ചു മനോരമയൊക്കെ. മൈക്ക് തനിയെ ഓഫ് ആകേണ്ടതായിരുന്നു, ആ അലവലാതി മൈക്കിനെ പിടിച്ച് പുറത്താക്കണമെന്നൊക്കെ എഴുതുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അത് സംഭവിച്ചു. അപ്പൊ ആ സംഭവമാണല്ലോ ഉണ്ടായത്. ആ സംഭവത്തിൽ പുള്ളി ഒന്ന് നാണം കെട്ടു, അതല്ലെങ്കിൽ കൈയോടെ പിടിക്കപ്പെട്ടു. കോട്ടൺ റെഡ് ഹാൻഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ കൈയോടെ പിടിക്കപ്പെട്ടു. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ തലവീരും എന്നുള്ളത് 48 മണിക്കൂർ ഇവരെ ആലോചിച്ചു കൂട്ടാ. ആദ്യത്തെ പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ഉണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 2 ദിവസം ആലോചിച്ചിട്ടാണ് പിന്നീട് ഇവർ കണ്ടെത്തിയൊരു തന്ത്രമാണ്. ഇവർക്ക് മാത്രമല്ല ബുദ്ധിയുള്ളൂ. അപ്പൊ ഇവർ കണ്ടെത്തിയ തന്ത്രം, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്ത് ഈ ചോദ്യം വരുന്നു. ചോദ്യം ചോദിക്കാൻ ഒരാളെ ചട്ടം കെട്ടുന്നു. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സംഭവത്തിൽ എന്താണെന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ തന്മയത്വത്തോടെ മറുപടി പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ പുള്ളിക്ക് അത്ര തന്മയത്തുള്ള ഒരാളല്ല ഈ കള്ളം പറഞ്ഞു. മനസ്സിലായി? കള്ളം പറഞ്ഞ് തന്മയത്തുള്ള ഒരാളല്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതല്ല സംഭവിച്ചത്. അത് ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ ഇനിയുള്ളത്. ഇനിയുള്ള പാർട്ടി പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുള്ളൂ. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല കാര്യം. പുള്ളിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി വേറെന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പുള്ളി അത് ഒരു കാരണവശാലും കൊടുക്കൂലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതായിരിക്കും. അപ്പൊ കാര്യം എന്താ, ഇത് ഇരിക്കുന്നു. അപ്പൊ ഇരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല, എനിക്ക് കാര്യം അറിയാമെന്നാണ്. ഇത്രയും ഓർമ്മയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അടുത്ത് ചോദിക്കുന്നത് എന്തായിരുന്നു പറഞ്ഞ കാര്യം എന്ന് ചോദിക്കുമ്പോ അത് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെ പുള്ളി ഉറപ്പിച്ച് പറയല്ല, പുള്ളി എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നൊരു ഇൻസിഡന്റ് കൂടി ഉണ്ട്, അത് പറയാം. അത് പറയുന്നതുകൊണ്ട് കുഞ്ഞാപ്പ എന്നോട് പരിഭവിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ ഒക്കെ ഭർത്താവുണ്ട്, റൌഫ് എന്ന് പറയുന്നത്. ചേച്ചിയുടെ ഭർത്താവാണെന്നുണ്ടോ റൌഫ്. ഈ റൌഫും അദ്ദേഹവുമായിട്ട് ഉടക്കിയായിരുന്നു. ഈ ഉടക്കി കഴിഞ്ഞതിന് ശേഷം റൌഫ് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി. വലിയ വാർത്തയായിരുന്നു അത്. ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. ആ റൌഫ് പത്രസമ്മേളനം നടത്തിയപ്പോൾ റൌഫ് അതിലൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം എന്താ പറയണെന്നറിയോ? ഈ കുഞ്ഞാപ്പ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിയൊന്നുള്ള ഒരാളല്ല. പുള്ളി പല മണ്ടത്തരവും ചെയ്യാൻ വേണ്ടി ഞാനാ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു.
അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ റെജീനക്ക് പുള്ളി പറഞ്ഞു നമുക്കൊരു വീട് മേടിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് റൌഫ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ റൌഫ് കുറച്ചുകൂടി അഭ്യാസമൊക്കെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് റൌഫ് എന്നിട്ട് തോന്നുന്നു നിങ്ങൾ എന്ത് പണിയാണ് ഈ കഴിക്കണം, അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത് അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേഖയാകൂലേ. അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വെളിവ് കൂടെയെന്ന് എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തെ പാവം മനുഷ്യ, അദ്ദേഹം എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചില ഏത് ബുദ്ധിമാനും ചില നമ്മൾ ഈ പ്രശ്നങ്ങളിൽ പെടുമ്പോഴത്തേക്കും ഒന്ന് അങ്കലാപ്പിലായി പോലെ അമ്പരന്ന് പോകും. നമുക്ക് പലപ്പോഴും ലോജിക്കൊന്നും വർക്ക് ചെയ്യൂല. ഇപ്പൊ അതിന് നമ്മൾ സിനിമ കണ്ടാൽ മതി. ഇപ്പൊ സിനിമയിൽ ഇന്നസെന്റിനോട് പറയുന്നുണ്ട്, അതായത് വാഴ എന്ന് ഇറങ്ങുന്ന പറഞ്ഞപ്പോ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട് മറ്റേ സിനിമയിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ് ഇന്നസെന്റിനെ തിരുത്തുകയാണ് എന്നത്. അതായത് മറ്റേ സായികുമാർ ഇന്നസെന്റിനെ പറഞ്ഞ് തിരുത്താണ്, സായികുമാർ മുകേഷ് കൂടി പറഞ്ഞ് തിരുത്താണ്. മത്തായിച്ച അത് വാഴയാണ് മത്തായിച്ച എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വാഴയാണ് മത്തായിച്ച എന്ന് പറയുമ്പോഴും അയാൾ ലോജിക്കിലേക്ക് എത്തിയിട്ടില്ല. അയാൾ തിരിച്ചു പറയുന്ന ഒരു വാചകം എന്ന് വെച്ചാൽ വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞുകൂടെ എന്നാണ്. അപ്പൊ വാഴക്ക് വായില്ലെന്നും വാഴ സംസാരിക്കാറില്ലെന്നും ഇനി സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെന്നും ഒക്കെയുള്ള ചിന്ത വിട്ടുപോകുന്ന ഭയമാണ് വന്നേക്കണം. ഈ നമുക്കൊക്കെ ഉണ്ടായിട്ടല്ലോ വാഴ ആരെങ്കിലും അനങ്ങുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. അപ്പോഴാണ് ഇത് ആരെങ്കിലും തോന്നലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം പാവം പിടിച്ച കുഞ്ഞാപ്പയുടെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്ന് അറിയാമോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബി ഡി സതീശൻ എത്ര ഭീകരനായ മനുഷ്യനായിരിക്കും. അതായത് ഞാൻ താങ്കൾ തമ്മിൽ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ താങ്കൾ ഒരു ചോദ്യം വന്ന് നിൽക്കുന്നു, ഞാൻ ഉത്തരം പറയേണ്ട ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വേറൊരാൾ എന്നോട് സംസാരിക്കുന്നു, അയാളോട് സംസാരിച്ച് ഞാൻ 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അതിന്റെ മറുപടി പറയുന്നു. അങ്ങനെ സാധാരണ പറ്റുമോ? പറ്റുമോ? താങ്കളും ഭർത്താവും ഒക്കെ ആയിട്ട് പോലും സംസാരിക്കണ്ടാവല്ലോ. അപ്പൊ ഭർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു, വേണമെങ്കിൽ ഫോൺ കോൾ വരുന്നത്, ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പോലും നമുക്ക് ഉടനെ ഇല്ല ഞാൻ തരില്ല എന്ന് പറയും. എന്താണ് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ, ഇതൊക്കെ എന്നെ വിളിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഞാൻ പറയണ അദ്ദേഹത്തിന്റെ റഫീഖിന്റെ പ്രൈസ് സെക്രട്ടറിയൊക്കെ എന്റെ നമ്പർ ഉണ്ട്, എന്നെ വിളിച്ച് ഡിസ്കസ് ചെയ്യും. ഞാൻ ഇതിനേക്കാളുള്ള കഥകൾ പറഞ്ഞുതരാം. പിന്നെ ഇനി അഥവാ ഇത് പറയണമെങ്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യണ്ടേ. കാരണം എന്താണ് നിങ്ങൾ തമ്മിൽ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കഥ പറയാം. എന്താണ് കഥ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചു സതീശനോട്, സതീശന്റെ കയ്യിൽ 3 നാരങ്ങ മിഠായി കിട്ടിയാൽ ഒരെണ്ണം എനിക്ക് തരും, ഒരെണ്ണം സതീശൻ എടുക്കും, ഒരെണ്ണം ഷാജിക്ക് കൊടുക്കുക എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒരിക്കലും കൊടുക്കൂല എന്ന് പറയാൻ വേണ്ടി നിന്നപ്പോ മറ്റേ ചോദ്യം വന്നു നിയമസഭയിൽ. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് ഓക്കെ ഇല്ല മൂലം വള്ളംകളി ഞാൻ കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ആയെന്ന് പറഞ്ഞ പ്രശ്നം തീർന്ന്. അപ്പൊ ആളുകൾക്ക് വിശ്വാസം നോക്കണ്ട, 3 നാരങ്ങ മിഠായി കിട്ടിയാൽ ഒരെണ്ണം എനിക്ക് തരും, ഒരെണ്ണം എന്ത് ചെയ്യും, പിന്നെ ഒരെണ്ണം ആർക്ക് കൊടുക്കും, ഷാജിക്ക് കൊടുക്കുമോ നോക്കുമ്പോ ഷാജിക്ക് കൊടുക്കൂല. അലവലാതി ഷാജി അവനെ ആ ഒരിക്കലും കൊടുക്കൂല എന്ന് പറഞ്ഞ പ്രശ്നം തീരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ സമ്പുഷ്ടമാക്കും. അല്ലെങ്കിൽ ഞാൻ പറയണത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയണത് പോലീസുകാരെ കിട്ടും. പോലീസുകാർ പല അപസർപ്പക കഥകളും എഴുതി വെക്കാൻ ഗംഭീരമായിട്ടുള്ള പഴയ ചാരക്കേസൊക്കെ എഴുതിയ ആളുകളെ കിട്ടും. അല്ലെങ്കിൽ മനോരമയിൽ വിളിച്ചു ചോദിച്ചാൽ മനോരമ ശരിക്കും പറഞ്ഞാൽ 1, 2, 3 ഞാനിപ്പോ ഒരു കഥയോട് പറഞ്ഞാൽ ഇതുപോലെ വേറെ നാരങ്ങ മിഠായികളുടെ 5-8 കഥകൾ വേണമെങ്കിൽ മനോരമ ഒറ്റടിക്ക് എന്ത് ചെയ്യും, എഴുതി ഫാക്സ് ഒക്കെ അയച്ചു തരും. അപ്പൊ അതിൽ ഏത് കഥ എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പഠിക്കുക, ചൂസ് ചെയ്യുക. ഇതിനൊക്കെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഇവർ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം ചെറിയ ചില്ലറ ഇടപാടുകളുണ്ട്, ചില്ലറകളുടെ ഇടപാടുകളുണ്ട്. ആ ചില്ലറകളുടെ ചെറിയ 500-ന്റെ ഒക്കെ ഇടപാടുകളുണ്ട്, കോടികളിലെ കോടി. അപ്പൊ അതിന്റെ ഇടപാടുകൾ അതുകൊണ്ട് വി ഡി സതീശനോടൊപ്പം മുസ്ലിം ലീഗ് നിൽക്കാൻ ബാധ്യസ്ഥരായി പോയി. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് സതീശനോട് പറയാനുള്ളത്, ഈ നിൽക്കുമ്പോൾ കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകളായിരിക്കണം നിർത്തിട്ട്. പാവം പിടിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ട് നിർത്തരുത്. ഒരു പരിധിക്കപ്പുറം നമ്മൾ വിചാരിക്കണമല്ലോ, ഇവരൊക്കെ വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പലപ്പോഴും എന്താണ് വളരെ ഒന്നാമത് അദ്ദേഹത്തിന് പനിയായിരുന്നു, ഇപ്പൊ ടയർഡായിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടൊക്കെ ഇത് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സതീശൻ ചെയ്യുന്ന ക്രൂരതയാണ്. പാവം അദ്ദേഹത്തിന് ചീത്തപ്പേരായി. കാര്യം എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയില്ല. ഇനി ഈ കേട്ട് നിൽക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും പറയണം, നമ്മൾ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്നോട് ഇപ്പോഴത്തെ ക്യാമറമാൻ ചോദിക്കുന്നു, ചേട്ടന്റെ പനി മാറിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പനി മാറിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ അറിയാതെ തിരിഞ്ഞിട്ട് മറ്റേ സംഭാഷണം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ പറ്റുമോ പ്രജിത? ഒരു മനുഷ്യന് സാധാരണ എന്ത് ചെയ്യില്ലേ? അപ്പൊ അത്രമാത്രം മറ്റേ സുപ്പീരിയർ പവറുകളുള്ള ഒരാളാണോ വി ഡി സതീശൻ? പിന്നെ ഈ നാരങ്ങ മുട്ടായിയുടെ കഥ കുറിച്ചെടുത്തോ, അതും കൂടി പറഞ്ഞ ഈ കാര്യം കംപ്ലീറ്റ് ആവും. പക്ഷെ അപ്പൊ അതിൽ ഷാജി എന്ന് പറയരുത്, കാരണം കെ എം ഷാജിയാണെന്ന് ആളുകൾ വിചാരിക്കും. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ആൾക്ക് രതീഷ് ചക്രവാണിക്ക് നാരങ്ങ മുട്ടായി കൊടുക്കുവാന്ന് ചോദിച്ചാൽ അപ്പൊ കൊടുക്കൂല, അവന് ഞാൻ ജന്മത്ത് കൊടുക്കൂല, അവൻ എന്നെ കുറിച്ച് കുറ്റം പറയുന്നവനാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. മനസ്സിലായി? ഒന്ന് ആലോചിച്ച്, ഒരാള് വായടക്കാൻ പോലും കിട്ടാതെ താഴേക്ക് ഇരിക്കുമ്പോ നിന്ന്
ഇനി ഇതുപോലെയുള്ള കഥകൾ ഇപ്പൊ ആദ്യമായിട്ടല്ല കേട്ടാ. VD സതീശനൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈ എവിടെ പോയി കിടക്കണെന്ന് കെ സുധാകരൻ ചോദിച്ചാൽ അങ്ങ് വിട്ടാ മതി. അതിന് പകരം സതീശന്റെയൊക്കെ അതിബുദ്ധിയുള്ള സതീശൻ വന്ന് പത്രക്കാരോടൊക്കെ ചോദിക്കണം, നിങ്ങളൊക്കെ തമ്മിൽ കൂട്ടുകാരൊക്കെ തമ്മിൽ പറയാറുള്ളത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള പത്രക്കാരെ കൊണ്ട് കൊള്ളൂല എന്നിട്ടാണ്. മാധ്യമപ്രവർത്തകർ ഒന്നാദ്യം പാവം പിടിച്ച ആളുകളാണല്ലോ. രാവിലെ വല്ല തൂങ്ങി തിരിഞ്ഞ് വൈകുന്നേരം മുമ്പോഴാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അവർ ചോദിച്ചു, ഞാനാണ് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചില്ല. ഇത് കൂടാതെ നിങ്ങൾ മറ്റേത് പ്രയോഗങ്ങളൊക്കെയാണ് കൂട്ടുകാരെ തമ്മിൽ നടത്തുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മറ്റു കൂട്ടുകാരും തമ്മിൽ നടത്തുന്ന മറ്റു പ്രയോഗങ്ങൾ ഏതൊക്കെ? ഞങ്ങൾ ഇനി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന വാചകമാണ്, നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കുക. അതായത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്താലും സുഹൃത്ത്, ഇത് സഭാ TV വന്നാണ്. ഏറ്റവും ഒടുവിൽ റെജി ചെറിയാൻ തന്നെ പറഞ്ഞു, ഞാൻ 3-4 കൂടെ കേട്ടു, ഞാനും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് വലിയ അപ്പൊ നിങ്ങൾക്ക് വിഷമമുണ്ടായെന്ന് വെച്ചാൽ പുള്ളിയാണ്. എനിക്ക് വിഷമമുണ്ടായി, കാരണം ഞാനൊരു മനുഷ്യനല്ലേ, കാര്യം കാശൊക്കെ ഉണ്ടായി പോയെങ്കിലും ബേസിക്കലി പുള്ളി ഒരു സാധാരണ മനുഷ്യനാണല്ലോ, വേദനിക്കുന്ന കോടീശ്വരൻ ആളാണല്ലോ. അല്ലാതെ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പുള്ളി മോൻസ് ജോസഫിന്റെ അടുത്ത് നിന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് ചെയ്യും? പരിപാടി തീരും. ഇത്രയുള്ള കാര്യം. ഇതൊന്നും മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വെറുതെ വിടാവുന്ന കേസല്ലേ ഉള്ളൂ. പിന്നീട് സംസാരിച്ച് വീണ്ടും വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ സംസാരിച്ചാലല്ലേ ശരിക്കും പറഞ്ഞാൽ പുള്ളിനെ കൂടി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണത്, എന്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് സതീശന്റെ തന്ത്രം ഇതിനകത്തുണ്ടെന്നാണ്. അതെന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ അഭിനയിച്ച പല സിനിമകളുണ്ടല്ലോ. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. സിനിമ ഏതാന്നൊക്കെ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി. ആ സിനിമയിൽ ഈ തന്റെ ഓഫീസിലേക്ക് പുതിയ ജനറൽ മാനേജർ വരികയാണ്. അപ്പൊ ജനറൽ മാനേജർ വരുമ്പോൾ പ്രൊമോഷൻ കിട്ടും. ഇവരവിടുത്തെ പിയൂൺമാരാണ്. ചായ മേടിച്ചിട്ട് ഒരു ഇത് മേടിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മറ്റേ കണ്ണ്. അപ്പൊ പ്രശ്നമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ജനറൽ മാനേജറാന്ന് അറിയാതെ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു പെൺകുട്ടിയും അതുപോലെ ഈ കാറുകാരനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മോഹൻലാൽ കയറി ചൂടാവുന്നുണ്ട്. ആരോട്? ഇവനൊക്കെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. അതിൽ ഏറ്റവും ഗംഭീരമായ രംഗം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ആ പിക്ചറിലില്ല. പക്ഷെ ശ്രീനിവാസൻ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറുകൂത്തി വിടുന്നതാണ്. അത്ര നേരം നമ്മൾ വിചാരിക്കുന്നത് ശ്രീനിവാസൻ ഇല്ലെന്നിരിക്കും. ശ്രീനിവാസൻ ഷോട്ട് കാണിക്കുമ്പോൾ ഏറുകൂത്തി വിടുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവര് ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഇത് ജനറൽ മാനേജറാണ് തിരിച്ചറിയണം. അപ്പോഴാണ് ഇവര് മറ്റേ താടി വെക്കുകയും കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തന്നെ കോമഡി ഒക്കെ ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരെ പിടിച്ച് പുറത്തായി കഴിയുമ്പോൾ മോഹൻലാലും ശ്രീനിവാസനും കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഷു ഏത് സമയത്താണോ എനിക്ക് ആ ഏറ് കുത്തിവിടാൻ തോന്നിയത്, അല്ലെങ്കിൽ ഒരു കുഴപ്പവും എനിക്കുണ്ടാവില്ലായിരുന്നു പറയുന്നുണ്ട്. അപ്പം മോഹൻലാല് പറയുന്നുണ്ട്, നീ അന്നേരം ആ ഏറ് കുത്തിവിട്ടത് വളരെ നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ മോഹൻലാൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതെന്നാണ്. നമുക്കൊക്കെ അത് തോന്നിയിട്ടുണ്ട്. നമ്മൾ തുറന്നു പറയില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്നു, ഒരു 5 പേരെയും കൂടി പുറത്താക്കി നമുക്ക് സന്തോഷമുണ്ട്. മനസ്സിലെ? നമ്മൾ പക്ഷേ തുറന്നൊക്കെ പറയുമില്ല, നമ്മളെ വിശാലഹൃദയരാണ്, അങ്ങനെ ആരെ പുറത്താക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഗുണമന്നൊന്നല്ല, അയൽവക്കത്തുകാരനും അപ്പുറത്തവനും പിന്നെ വഴി കൂടി പോണവരൊക്കെ ഗുണം ഉണ്ടാകണം, നമുക്ക് ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ലെന്നാന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഇതല്ല കാര്യം. അതുപോലെ അപ്പൊ എനിക്ക് തോന്നണത് ഞാനോ പെട്ടു, കുഞ്ഞാപ്പോടി ഒന്ന് പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ കഥ പറയുന്നത്. പക്ഷെ ആ കഥ പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പറഞ്ഞ സംഭവത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പുള്ളി ഉത്തരം പറഞ്ഞതെന്ന് കുഞ്ഞാപ്പൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മാറ്റർ, അതെന്തായാലും ഗൗരവമുള്ള മാറ്റർ ആയിരിക്കുമല്ലോ. ആ ഗൗരവമുള്ള മാറ്റർ എന്താണെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതോടുകൂടി ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ അടിയിൽ സൈൻ ചെയ്യാൻ പറ്റി. അതായത് ഇത് പുള്ളി മനഃപൂർവ്വം ചെയ്ത